സോ ഹൈ പീപ്പിൾ, നമ്മളപ്പോൾ നേരത്തെ വീഡിയോയിൽ ബ്ലോക്സ് എന്താണെന്നാണ് പറഞ്ഞു നിർത്തിയത്. സോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ടീഷണൽസിൻ്റെ കാര്യം നമ്മളൊരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നു. നമ്മൾ കുറച്ചുകൂടെ ചെറുതായിട്ട് അകത്തോട്ട് ഇറക്കാൻ പോകണം, അത്ര പോകത്തില്ല, ബട്ട് സ്റ്റിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, ഇവിടെ ഒരു കണ്ടീഷനിലുണ്ടെന്നും പറഞ്ഞു, ഈ കണ്ടീഷനിൻ്റെ കണ്ടീഷനാണ് ഈ കൊടുക്കുന്നതെന്നും പറഞ്ഞു. കണ്ടീഷനിൻ്റെ കണ്ടീഷൻ. സോ ഈ പറയുന്ന സാധനം ഇതെന്ന് പറയുന്നത് ഷുഡ് ബി എൻ എക്സ്പ്രഷൻ. സോ ആ എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം? ഷുഡ് ബി എ ട്രൂ ഓർ ഫോൾസ് വാല്യൂ. കാരണം ഇവിടെ ഇഫിനകത്ത് ഈ കണ്ടീഷണൽ സാധനങ്ങളൊക്കെ ഈ എക്സ്പ്രഷൻസിൻ്റെ ഇവാലുവേഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആയിരിക്കും. ഇനി അത് എക്സ്പെക്ട് ചെയ്യാത്തതാണ് കിട്ടുന്നതെങ്കിൽ അത് എക്സ്പെക്റ്റഡ് വാല്യൂയിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ നോക്കും. സോ അതാണ് അവിടെ സംഭവിക്കുന്നത്. നമുക്കപ്പോൾ വേണേൽ നമ്മുടെ മൊബൈൽ കടക്കാരൻ്റെ എക്സാമ്പിളേക്ക് നമ്മൾ കുറച്ച് മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ എടുക്കുകയാണെങ്കിൽ, ഈ പുള്ളിക്കാർ ഇപ്പോൾ ഒന്ന് ചോദിക്കുകയാണ് സ്ക്രീൻ കവർ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് അത് ക്യാപിറ്റൽ വേണ്ടായിരുന്നു $11. സോ ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മൊബൈൽ കടക്കാരൻ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഫോൺ എടുക്കുകയല്ലേ, ഒരു സ്ക്രീൻ ഗാർഡും കൂടെ വാങ്ങിക്കോ, $11 ഉള്ളൂ എന്ന് പറഞ്ഞു. സോ ഇവിടെ നമുക്കൊരു വേരിയബിളും കൂടെ ഡിക്ലെയർ ചെയ്യാം, ബാങ്ക് ബാലൻസ്. സോ നമുക്ക് എത്ര കൊടുക്കാം? ഒരു $120 കൊടുക്കാം. സോ ഡോളർ ഓർ എനിത്തിങ് ലൈക്ക് 120 യൂണിറ്റ്സ്. സോ നമ്മുടെ മൊബൈൽ അടക്കാരൻ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു സ്ക്രീൻ കവറും കൂടെ കിട്ടും, $11 ഉള്ളൂ, അതുകൂടെ വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. സോ അതെനിക്കിപ്പോൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഈ എമൗണ്ടാണ് ഫോണിൻ്റെ എമൗണ്ട്, നമ്മൾ അതിൻ്റെ കൂടെ സ്ക്രീൻ കവറും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ നമ്മൾ ലെസ് ദാൻ ബാങ്ക് ബാലൻസ് ആണോ എന്ന് നോക്കും. സോ ആണെങ്കിൽ എന്ത് ചെയ്യണം? എമൗണ്ട് ഈക്വൽ ടു എമൗണ്ട് പ്ലസ് സ്ക്രീൻ കവർ. സോ അതാണ് ഇപ്പോഴത്തെ എൻ്റെ ടോട്ടൽ എമൗണ്ട്. ആൻഡ് എമൗണ്ട് നമ്മൾ ലോഗ് ചെയ്യും. സോ ആ എമൗണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ എമൗണ്ട് ലോഗ് ചെയ്യുന്നതിന് പകരം യു ക്യാൻ ബൈ ദ സ്ക്രീൻ കവർ ഫോർ എമൗണ്ട്. ഓക്കെ. സോ ഇവിടെ ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവാനുള്ള സാധ്യതയില്ല. ഇതെന്ന് പറയുന്നത് സ്ട്രിങ് ലിറ്ററൽസ് ആണ്. നമ്മളത് ഒരു വീഡിയോയിൽ, ഇനി വരുന്നൊരു വീഡിയോയിൽ കവർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. സ്ട്രിങ് ലിറ്ററൽസ്, സ്ട്രിങ്ങിനകത്ത് നമ്മളൊരു വേരിയബിൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഡബിൾ കോട്ട്സും സിംഗിൾ കോട്ട്സും അല്ല യൂസ് ചെയ്യുന്നത്. ടിൽഡേരെ തൊട്ട് താഴെയുള്ള ബാക്ക് ടിക്കാണ് യൂസ് ചെയ്യുന്നത്. 1ൻ്റെ തൊട്ടിപ്പുറത്തുള്ള കീ നോക്കിയാൽ കാണാൻ പറ്റും. സോ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു, ഈ കണ്ടീഷൻ ട്രൂ ആണ്. എമൗണ്ടിൻ്റെ കൂടെ സ്ക്രീൻ കാർഡിൻ്റെ പൈസ കൂട്ടിയാലും ബാങ്ക് ബാലൻസിന് താഴെ വരത്തുള്ളൂ, അപ്പോൾ അത് വാങ്ങാം. ഇനി കേസ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷണൽ ഇഫാണ് ഏറ്റവും ചെറുത്. അതിൻ്റെ കൂടെ നമുക്കൊരു പുള്ളിക്കാരനും കൂടെ ഉണ്ട്. ഇതിൻ്റെ പേര് ഇപ്പോൾ ഇഫ് എൽസ് കണ്ടീഷനിലാണ്. സോ ഇവിടെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഈ ഇഫിനകത്ത് ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ ഞാൻ പറഞ്ഞല്ലോ, ഐദർ ട്രൂ ഓർ ഫോൾസ് ആവണമെന്ന്. ട്രൂ ആയാൽ ഇത് ചെയ്യണം, ഫോൾസ് ആയാൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് സിമ്പിളാണ്. നമുക്കിപ്പോൾ പൈസ ഇല്ല ചേട്ടാ ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ല ചേട്ടാ എന്നത് ലോഗ് ചെയ്ത് വരും. നമുക്കിനി ഇത് പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ പൈസ ഉള്ളതുകൊണ്ട് ഇത് വരും. ഇതിനിപ്പോൾ സ്ക്രീൻ കവർ ഗോൾഡ് പൂശിയ അല്ലെങ്കിൽ ഗോൾഡ് കവറിങ് ഉള്ളതാണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, സോ പൈസ ഇല്ല ചേട്ടാ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്ത് വരും. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഇഫെൽസ്. സോ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ടൈപ്പ് എപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ ടൈപ്പ് എപ്പോഴും ട്രൂ ഓർ ഫോൾസ് ആയിരിക്കണം. നമുക്കിപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ട ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ വെച്ച് അതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇറ്റ് വിൽ ബി എ ബൂളിയൻ. അതെവിടെ പോയടാ ബൂളിയൻ? ഞാൻ വീണ്ടും ബ്രാക്കറ്റ് മറന്നു ഗൈസ്, സോറി. സോ ടൈപ്പ് ഓഫ് എമൗണ്ട് ആണ് പ്രിൻ്റ് ചെയ്തതെന്ന് തോന്നുന്നു. ഇപ്പോൾ അത് ബൂളിയനായി. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ബൂളിയൻ അല്ലെങ്കിൽ ബൂളിയൻ ആക്കാൻ ശ്രമിക്കും. ഇവിടെ ഇപ്പോൾ ഞാനൊരു ഡബിൾ കോട്ട്സ് ആണ് കൊടുത്തതെന്ന് കരുതിക്കോ. ഇത് നമുക്കിനി എന്ത് പ്രിൻ്റ് ചെയ്യാൻ നോക്കാം. അവിടെ ഇതിൻ്റെ വാല്യൂ ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് നമുക്കറിയത്തില്ല. നമ്മൾ വെറും ഡബിൾ ടിക്സ് ആണ്, ഡബിൾ കോട്ട്സ് ആണ് കൊടുത്തത്. സോ അതെന്താ സേവ് ആയില്ലേ? ഓക്കെ അത് സേവ് ആയി ഗൈസ്, സേവ് ആയി. ഇവിടെ എൽസ് പാർട്ടാണ് എക്സിക്യൂട്ട് ആയത്. പൈസ ഇല്ല സേട്ടാന്നാണ് ബൂളിയൻ കഴിഞ്ഞു വന്നത്. ഇവിടെ നിന്നാണ് ഗൈസ് ആ ബൂളിയൻ വന്നത്. സോ പൈസ ഇല്ല സേട്ടാന്നാണ് പറഞ്ഞു വന്നത്. അതിന് കാരണം ഇപ്പോൾ എന്താണ്, നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? ഈ ഒരു സാധനത്തിന് ഈ ഒരു ഇഫ് കണ്ടീഷൻ ഫോൾസ് ആയിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്തത്. ഞാനപ്പോൾ ഇതിനകത്ത് 1 2 3 കൊടുക്കുകയാണെങ്കിൽ എന്തായിട്ട് വരും? സ്ക്രീൻ കാർഡ് വാങ്ങാമെന്ന് പറഞ്ഞു. സോ ഇതിനെ ട്രൂ ആയിട്ടാണ് കണ്ടത്. സോ അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഫോൾസി ആൻഡ് ട്രൂത്തി എന്ന് പറഞ്ഞ് കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. ഫോൾസി ആൻഡ് ട്രൂത്തി എന്ന് പറയുന്നത്, ട്രൂത്തി എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. ലെറ്റ് മീ ചെക്ക്. ട്രൂത്തി എന്നാണ് പറയുന്നത്. സോ ഫോൾസി ആൻഡ് ട്രൂത്തി എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഇത് ഫോൾസും അല്ല, കണ്ട ഫോൾസും ട്രൂ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അൺലെസ് യു നോ ദ തിങ്.
സോ ഇവിടെ ലൈക്ക് നമുക്ക് ഡബിൾ കോട്ട്സ് കണ്ടപ്പോൾ അത് ശരിക്കും ഒരു ഫോൾസി വാല്യൂ ആണ്, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് അതിനെ ഫോൾസ് ആയിട്ടാണ് മാറ്റുന്നത്. അല്ലെങ്കിൽ ഇവിടെ 1 2 3 വന്നപ്പോൾ അതൊരു ട്രൂത്തി വാല്യൂ ആണ്, കാരണം അതിനെ ട്രൂ ആയിട്ടാണ് ഇവാലുവേറ്റ് ചെയ്തത്. ഇങ്ങനത്തെ കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് ജാവാസ്ക്രിപ്റ്റിലുണ്ട്, അത് ജാവാസ്ക്രിപ്റ്റിൻ്റെ യൂണീക്ക് നേച്ചറാണ്. സോ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ലൈക്ക് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ഇന്നലെ കണ്ട പോലെ ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി ജാവാസ്ക്രിപ്റ്റ് കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ കേസ്. സോ ആ ഒരു രീതിക്ക് ജാവാസ്ക്രിപ്റ്റ് കൺവേർട്ട് ചെയ്യും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത്രയും ആൾക്കാരെയാണ് ജാവാസ്ക്രിപ്റ്റ് എന്ത് പറയുന്നത് ഫോൾസി അല്ലെങ്കിൽ ഫോൾസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇത്രയും ആൾക്കാരെയാണ്. ഇതിൽ ഏതൊരു ഇഫിനകത്ത് ഇട്ട് കൊടുത്താലും, ഇഫിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആയിട്ട് ഇതിൽ ഏത് കൊടുത്താലും ഇറ്റ് വിൽ ബി ഇവാലുവേറ്റിംഗ് ഫോൾസ്. ഇനി അതല്ല ഡയറക്റ്റ് കൊടുക്കാതെ ഞാനിപ്പോൾ ഒരു മുട്ടൻ ലോജിക്ക് എഴുതിയിട്ട് അതിൻ്റെ അവസാനം ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ ഇഫിനകത്ത് കയറത്തില്ല, അതിന് ഒരു എൽസി പോയി കയറും. സോ ഇതിൽ പെടാത്ത എന്ത് വന്നാലും അത് ട്രൂ ആണ്. ഓക്കെ, അതാണ് ട്രൂത്ത് ആൻഡ് ഫോൾസിയുടെ വാല്യൂ. ഇതിലെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അറിഞ്ഞുകൂടാതെ GPT ഒക്കെ കൊടുത്ത് കോഡൊക്കെ എഴുതുകയാണെങ്കിൽ ലിഫ്റ്റിൻ്റെ കേസിൽ ഇതിലേരെങ്കിലും വന്ന് പെട്ടാൽ നമുക്ക് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നോക്കുമ്പോൾ ട്രൂ അല്ല ഫോൾസും അല്ല, പക്ഷേ അത് എക്സിക്യൂട്ട് ആവുന്നില്ല. സോ അങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഇഷ്യൂ വരും. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഡെപ്ത് അറിയണമെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ വെച്ച് നമ്മളിപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് നോക്കാം. സോ ടൈപ്പ് ഓഫ് നമുക്ക് ഏത് നോക്കാം, നാന് നോക്കാം. ടൈപ്പ് ഓഫ് നാൻ എന്താണ് വരുന്നത്, ഫോൾസ് വരും. സോ അത് ഞാൻ സേവ് ചെയ്തു. ടൈപ്പ് ഓഫ് നാൻ ഇസ് നോട്ട് എ നമ്പറാ. ഓക്കെ, അത് ടൈപ്പ് ഓഫ് നാൻ നോട്ട് എ നമ്പർ, അത് കറക്റ്റാണ്. കാരണം ഇവിടെ ടൈപ്പ് കൺവേർഷൻ നടന്നിട്ടില്ല. നമുക്കിതിനെ ടൈപ്പ് കൺവേർഷൻ ചെയ്യാം. നമ്മളിന്നലെ നമ്പർ ആക്കിയത് ഓർമ്മയുണ്ടോ, നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഇട്ടിട്ട് അതുപോലെ ബൂളിയൻ ആക്കാൻ വേണ്ടി ബൂളിയൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ക്യാപിറ്റൽ B ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇനി നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് നാൻ എന്ന് പറയുന്നത് ട്രൂ ആണോ? ടൈപ്പ് ഓഫ് നാൻ ഈസ് ട്രൂ? നോ വേ. അതെന്താടാ അങ്ങനെ വന്നത്? ടൈപ്പ് ഓഫ് നാൻ ട്രൂ ആണെന്നാണല്ലോ പറയുന്നത്. ഇതും ട്രൂ ആണോ? ഇത് ഇവിടെ നിന്ന് തന്നെ ഇടയിൽ വരണ. ഓക്കെ ചിലപ്പോൾ അത് അങ്ങനെയല്ല. ഇവിടെ ലൈക്ക് ഞാനിപ്പോൾ ഓക്കെ ഇതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ ടൈപ്പ് ഓഫ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന സാധനം എന്താണ് ശരിക്കും? അതൊരു സ്ട്രിങ് ആണ് ആക്ച്വലി. സ്ട്രിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐദർ നമ്പർ, സ്ട്രിങ്, ബൂളിയൻ, ഇതിലാരെങ്കിലും ഒരാളായിരിക്കും വരാം. നമ്മൾ നേരത്തെ വെറുതെ ഞാൻ ടൈപ്പ് ഓഫ് കൊടുത്താൽ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ വരുന്നത്. സോ ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത് ഈ സ്ട്രിങ്ങിൻ്റെ ടൈപ്പാണ് നോക്കുന്നത്. കത്തിയോ? സോ സ്ട്രിങ്ങിനെയാണ് ബൂളിയനാക്കാൻ നോക്കുന്നത് നമ്മുടെ. അപ്പോൾ ഓക്കെ, ഇതിങ്ങനെയല്ല കൈ സ്ട്രിങ് കൊടുക്കുന്നത്, ഈ സ്ട്രിങ്ങിനെയാണ് ബൂളിയനാക്കാൻ നോക്കുന്നത്. സോ ഈ സ്ട്രിങ്ങിനെയാണ് ബൂളിയനാക്കാൻ നോക്കുന്നത്. സോ ഞാൻ പറഞ്ഞ പ്രകാരം ഈ സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ഫോൾസി വാല്യൂവിൽ പെടുന്നില്ല. സോ അതുകൊണ്ട് അതിനെ അങ്ങനെ ആക്കാം. നമ്മളിപ്പോൾ ഇതിന് പകരം ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഞാൻ കൊടുത്താൽ ഇറ്റ് ഷുഡ് ബി ഇവാലുവേറ്റിംഗ് ടു ഫോൾസ്. യെസ് ഗൈസ്, ഇറ്റ് ഈസ് ഫോൾസ്. സോ നമ്മൾ ആവശ്യമില്ലാത്ത ടൈപ്പ് ഓഫ് ഉപയോഗിച്ച് കുളമാക്കിയതാണ്. സോ ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബൂളിയനാക്കാൻ നോക്കിയാൽ മതി. ഇതിന് ആരെ എടുത്ത് നിങ്ങൾ ബൂളിയനാക്കിയാലും ഇറ്റ് വിൽ ബി ഫോൾസ്. ഇനി ഇതല്ലാതെ ആര് വന്നാലും ഇറ്റ് വിൽ ബി ട്രൂ. സോ അതാണ് ഫോൾസി, ട്രൂത്തി, പിന്നെ ഇഫ് എൽസിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. താങ്ക് യു.